വാണിജ്യ സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്തെ ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയൊക്കെ വർധനവ് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടർ വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. ഇത്രയും വളരെ ദുർഘടമായ ഒരവസ്ഥ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഇലക്ഷന് മുമ്പ് ഈ വില വർധനമൊന്നും വരുത്താതെ ഇലക്ഷന് ശേഷം ഈ ഹോട്ടൽ മേഖലയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇരുട്ടടി ഉണ്ടാകുന്ന വിധത്തിലുള്ള വില വർധന ഗ്യാസിനുണ്ടായിരിക്കുന്നത് വളരെ ഖേദകരമാണ്. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ല. LPG നിയന്ത്രണം കാരണം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അടച്ചുപൂട്ടിയ ഹോട്ടലുകൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരുന്നതിനിടെയാണ് അടുത്ത ആഘാതം. നേരത്തെ സിലിണ്ടറിന് 100ഉം 150 രൂപയും ഒക്കെയാണ് കൂട്ടാറെങ്കിൽ ഇക്കുറി ഒറ്റയടിക്ക് 993 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൂട്ടിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിനു ശേഷം സിലിണ്ടറിന്റെ ലഭ്യത കുറവ് കാരണം ഹോട്ടലുകളിൽ മെനു വളരെ വെട്ടിച്ചുരുക്കുകയും അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതിൽ അവർക്ക് ശമ്പളം കൊടുക്കണം. ഈ ആഹാര സാധനങ്ങളുടെ അളവുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഊണും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. അതുകൊണ്ട് ഹോട്ടലിലെ ബിസിനസ്സും കുറവാണ്. അതിനുശേഷം ഇപ്പൊ പെട്ടെന്ന് 1000 രൂപ സിലിണ്ടർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയത്തില്ല. മൂന്നാറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും അധികം സാധാരണക്കാരായ ജനങ്ങളാണ് തോട്ടം മേഖലയിലുള്ള. അവർക്ക് ഇതിൽ ഒരു അമിത വില കൊടുത്ത് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മൂന്നാറിലെ എല്ലാ ഹോട്ടലുകൾക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ചെറുകിട ഹോട്ടലുകൾ, തട്ടുകടകൾ തുടങ്ങിയവയൊക്കെ സിലിണ്ടർ വില വർധനവ് സാരമായി തന്നെ ബാധിക്കും. പ്രവർത്തന ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാൻ ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ദിവസവും ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന തൊഴിലാളികൾ, മറ്റു ദിവസവേതനക്കാർ, വിദ്യാർത്ഥികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർ തുടങ്ങിയവരുടെയെല്ലാം കീശ കീറും. പാചകവാതക ക്ഷാമം നേരിട്ടതോടെ ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ സിലിണ്ടറിന്റെ വില വർധനവ് ഹോട്ടൽ മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ക്യാമറമാൻ ഭാനുചന്ദ്രനൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.